ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് കോടന്നൂർ യു പി സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് കേട്ടോ. നമ്മുടെ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് നിർവഹിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പഴയ സ്കൂൾ കാണിക്കാണ്ട് പുതിയ സ്കൂൾ ഇങ്ങനെ കാണിക്കുകയല്ലേ, അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ പഴയ സ്കൂൾ കാണിക്കുന്നത്. 1 ഇയറായിട്ട് താൽക്കാലിക ഷെഡ് പോലെ പണിത ഈ സ്കൂളിലായിരുന്നു കുട്ടികളൊക്കെ പഠിച്ചിരുന്നത് കേട്ടോ, കോടന്നൂർ സ്കൂളിൽ. അപ്പോൾ അവിടെ ആ ചെറിയ ഷെഡിൽ വരെ അവർ നമ്മുടെ മതേതരത്വം നിലനിർത്തിക്കൊണ്ടുള്ള പിക്ചറുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് പഠിക്കാനുള്ളതാണ്, അതൊക്കെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇത്രയും സൗകര്യം കുറഞ്ഞിട്ട് വരെ അവർ അവരുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ആ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആ ഷെഡ് പോലത്തെ ഇതിൽ. അങ്ങനെ ഇതാണ് അവർ 1 ഇയറായിട്ട് പഠിച്ച സ്കൂൾ കേട്ടോ. അപ്പോൾ ഇവിടെയും അവരുടെ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പുതിയ സ്കൂൾ ഇവിടെ വളരെ ഇരുട്ടാണ് കേട്ടോ, വളരെ വെളിച്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇനി മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിൻ്റെ ആ ഇതിന്മേ ഡ്രസ്സുമ്മൊക്കെ മഴയുടെ വെള്ളമൊക്കെ അടിക്കുമ്പോൾ ചീതളും ഒക്കെ ഇങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി അവർ പുതിയ സ്കൂളിലേക്ക് മാറണം കേട്ടോ. അപ്പോൾ ഞാൻ പഴയ സ്കൂളും അവരുടെ ആ ഈ ഒരു കൊല്ലം അവർ ചെയ്ത സ്ട്രഗിളിങ് ഒക്കെ ഞാൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ പുതിയ സ്കൂളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ പുതിയ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് ആ സ്കൂളിലെ ബാൻഡ് സെറ്റ് മേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സുന്ദരമായ ബാൻഡ് സെറ്റായിരുന്നു. അവരുടെ ഡ്രസ്സിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് കേട്ടോ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഉദ്ഘാടനത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ അതിലൊരു കുട പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുതിയ സ്കൂള് നല്ല സൂപ്പറായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടവകക്കാരുടെയും നാനാ മതസ്ഥരുടെയും ഒക്കെ സംഭാവനകളും എല്ലാ സഹകരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല ഒരു സ്കൂള് പണിയാൻ സാധിച്ചത്. അപ്പം പഴയ സ്കൂൾ 165 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ് കേട്ടോ കോടന്നൂർ യു പി സ്കൂൾ എന്ന് പറയണത്. അവിടെ ഒരുപാട് ആൾക്കാർ പഠിച്ച് പോയി വലിയ നിലയിലൊക്കെ എത്തിയിട്ടുള്ള ഒരു സ്കൂളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ബിഗ് ബോസ് അനീഷ് പഠിച്ച സ്കൂൾ ഇതാണ് കോടന്നൂർ യു പി സ്കൂള്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയല്ലോ. അപ്പോൾ ആളൊക്കെ പഠിച്ച ഒരു സ്കൂളാണ് കേട്ടോ. ആ സ്കൂളിൽ നിന്ന് വലിയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കാനായിട്ടാണ്. അങ്ങനെ ആ സ്കൂളിൻ്റെ വെഞ്ചിരിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ആൻഡ്രൂസ് താഴത്ത് പിതാവൊക്കെ ഈ സ്കൂളിനെ പറ്റി പറയലും സ്കൂളിൻ്റെ ചരിത്രം പറയലും ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതെന്തായാലും വെഞ്ചിരിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കാണാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ പിള്ളേരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് സ്കൂൾ കാണാനായിട്ട് ഉള്ളിൽ കയറി കാണാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ ലഡും രസന വെള്ളവും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ ഉള്ളിൽ കയറി കാണാനായിട്ട് പോയിട്ടാണ്. അപ്പോൾ സ്കൂൾ കണ്ടിട്ട് മോൻ വട്ടം ചുറ്റിയിട്ടാണ് കാണുന്നത് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ അവരെന്നോട് പറയും, അമ്മ ഇങ്ങോട്ട് വാ, ഇവിടെ നല്ല ഇതുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവർ ഓരോ സ്ഥലങ്ങളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അത് കാണാൻ ചെല്ലണേ കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും അവർ ഓടി നടന്നിട്ടാണ് ഓരോ സ്ഥലങ്ങൾ. അവിടെ വന്ന എല്ലാവരും നല്ല കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പഠിച്ചു പോയ കുട്ടികളാണ് ആ സ്കൂളിൽ. അവരൊക്കെ ചിലവരൊക്കെ 10ാം ക്ലാസ്, അങ്ങനെ പഠിക്കാത്തവരും പഠിച്ചവരും ഒക്കെ വന്ന് സ്കൂൾ ഇങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് ആ സ്കൂളിനെ പറ്റി കാണലും. എൻ്റെ മക്കൾ ഓടി നടന്നിട്ടാണ് ഓരോ കാര്യങ്ങളും കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര നാൾ ചെറിയൊരു വിദ്യാലയം പോലെയായിരുന്നു. ബട്ട് എപ്പോഴും പഴയ വിദ്യാലയം അത് അന്ന് പഠിച്ച കുട്ടികൾക്കൊക്കെ ഒരു നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ. കാരണം പഴയ വിദ്യാലയത്തിലെ ആ ഓടിട്ട വിദ്യാലയം നമുക്ക് എപ്പോഴും മനസ്സിനൊരു സുഖമുള്ളൊരു അനുഭവമാണ് കേട്ടോ. അത് എനിക്കുണ്ടായത്. എൻ്റെ സ്കൂള് ഇവിടെ ഞാൻ പഠിച്ചിരുന്നത് ഗവൺമെൻറ് യു പി സ്കൂളിൽ അരിമ്പൂരായിരുന്നു. ആ സ്കൂള് ഇപ്പോഴാണ് ഒന്ന് പൊളിച്ച് ഇതുപോലെ വലിയ സ്കൂളാക്കിയിട്ട് ഗവൺമെൻറ് പണിതത് കേട്ടോ. അത് പക്ക ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ ഇപ്പോഴും ആ പഴയ സ്കൂൾ മുന്നിൽ ഇപ്പോഴും കാണാം. ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് എൻ്റെ സ്കൂൾ എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ ബാക്കിൽ പണിതിട്ടുണ്ടെന്നുള്ള കാര്യം.
ആ പഴയ സ്കൂള്, ഓടിട്ട സ്കൂള്, ആ കമ്പിയും ഒക്കെ കാണാമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതിൻ്റെ ബാക്കിൽ സ്കൂൾ പണിതിട്ടുണ്ടെന്ന്. എനിക്കത് കാണാൻ പറ്റിയില്ല. അത് അതിൻ്റെ ബാക്കിലായ കാരണം കൊണ്ട്. പിന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഈ സ്കൂൾ ഇതുവരെ മാറിയിട്ടില്ല അല്ലേ, ഇപ്പോഴും ഇതുപോലെ തന്നെയാണല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, അല്ല മോളെ, അതിൻ്റെ ബാക്കിൽ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്, നീ ഈ സൈഡിൽ കൂടെ പോയി ഒന്ന് നോക്കി വയ്ക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സൈഡിൽ കൂടെ പോയപ്പോൾ നോക്കിയപ്പോൾ അത്ഭുതമായി. ഇത്ര എന്ത് വലിയ കെട്ടിടമാണെന്നറിയോ പണിതിരിക്കണേ. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, ഇത് കുറച്ച് കഴിഞ്ഞ് ഈ ഭാഗം ഒക്കെ പൊളിക്കുമെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ആ ഒരു നിമിഷം പറഞ്ഞപ്പോൾ ഉണ്ട് ഭയങ്കര വിഷമമായിട്ടാണ്. നല്ല നമ്മൾ പഠിച്ചിരുന്ന സ്കൂള് പൊളിക്കുകയാണല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടും സങ്കടമൊക്കെ ഉണ്ടായിട്ട് ആ ഒരു നിമിഷം. അപ്പോഴാണ് ആ വിഷമം നമുക്ക് തട്ടി വന്നത് കേട്ടോ മനസ്സിൽ. പിന്നെ കാണാൻ പറ്റില്ല, ഓർമ്മകളൊക്കെ അതോടുകൂടി അസ്തമിക്കണമല്ലോ. ഇപ്പോൾ എൻ്റെ മക്കൾ ഇവിടെ നിന്ന് സ്കൂളിൻ്റെ ദൂരെയുള്ള കാഴ്ച, അമ്മ ഇവിടെ നിന്ന് പാടൊക്കെ കാണാം, കണ്ട എന്ത് ഭംഗിയാണ്, ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടൊക്കെ നോക്കാട്ടെ അമ്മ എന്ന് പറഞ്ഞു കേട്ടോ. പാടത്തുണ്ടാവണ കാറ്റും മഴയൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് വെറുതെ ഇങ്ങനെ ഫോക്കസ് എടുത്തു, നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ സ്കൂളും മൊത്തത്തിൽ ചുറ്റി കാണട്ടാ. ഇവിടെ കാണിക്കുമ്പോൾ ഇപ്പം മുകളിൽ ടെറസിൻ്റെ മേലെ വരെ കാണാട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ടെറസിൻ്റെ മേലൊക്കെ അടച്ചു പൂട്ടി കെട്ടും. ഇപ്പോൾ വർക്കൊന്നും കഴിയാത്ത കാരണം, വർക്ക് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് മുകളിലൊക്കെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ സേഫ്റ്റിക്ക് അനുസരിച്ച് അത് അവർ കവർ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് മോൾ ഭാഗം ഇങ്ങനെ ഇരിക്കുന്നൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ലെവൽ വരെ വന്നു കേട്ടോ. ടോപ്പ് ലെവൽ വരെ വന്ന് ഞങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പം എന്ത് ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കാനായിട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ കോടന്നൂർ സെൻറ്റർ വരെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. അത്രയും മനോഹരമായിരുന്നു കേട്ടോ ആ സ്കൂളിൻ്റെ മേലെ നിന്ന് കാണാനായിട്ട്. എന്തായാലും അത് മക്കൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ അവർ ക്ലോസ് ചെയ്യും. അവർ പറയും, അമ്മ അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന്. അവർ എല്ലാ ഭാഗവും ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേ, ഇതൊക്കെ ഈ ടൈമിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഇനി ഇത് കാണാൻ പറ്റില്ല. കാരണം ഇതൊക്കെ അവർ അടച്ച് ഭദ്രമാക്കും. കുട്ടികളുടെ സേഫ്റ്റി എപ്പോഴും പ്രധാനമാണല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ബൈ, സി യു.